തമിഴ്നാട് ഗൂഡല്ലൂരിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടതിൽ വനപാലകർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയാണ്. എസ്റ്റേറ്റ് തൊഴിലാളികളും നാട്ടുകാരുമാണ് പ്രതിഷേധിച്ചത്. ഓവേലി ന്യൂ ഹോപ്പ് സ്വദേശി മണിയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ஃபீல்ட் ஆஃபீஸருக்கு சூப்பர்வைசர் இவங்களுக்கு எல்லாம் ஃபென்சிங் போட்டு கட்டி பெங்கலாம். இந்த லேபர்ஸ் வாழ்றது அவங்க எப்படி உயிர் போனாலும் பரவாயில்ல, இவங்களுக்கு இந்த வேலை மட்டும் நடக்கணும். அதுவும் சம்பளம் எப்படி 6 மாசத்துல ஒரு தடவை பற்றி கடந்து சாவர மாதிரி தான் வாழ்ந்துட்டு இருக்காங்க. அதுல வேற இந்த புலி யானை அந்த மாதிரி தாக்கிட்டு அதுவும் வேற சாகணும். இதெல்லாம் ஏதாச்சும் முடிவு உங்களுக்கு சொல்ல முடிஞ்சா அதுக்கு நம்ம தீர்வு காணலாம் சார். இல்லைன்னா போடி நாங்கள் விட மாட்டோம். அது எவ்வளோ நாளாக இருந்தாலும் சரி நாங்கள் அனுபவிச்சுக்கிறோன்னு. அதுக்கு மேலே கேஸ் போடுறதா இருந்தால் டிபார்ட்மெண்ட் வைஸ் என்ன பண்ணுவீங்க? ஒரு கேஸ் தான் போடுவீங்க. அந்த கேஸ் என் மேலே போட்டுருங்க, நான் பார்த்துக்கிறேன் அது கோர்ட்டில். இந்த மக்களுக்கு வேண்டி என்ன பண்ணாலும் நாங்கள் தயாருன்னு. இனி நாங்கள் കോംപ്രമൈസിക്ക് இல்லைன்னு. ലിനറ്റ് വർഗീസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ലിനറ്റ്, ഒരാളുടെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ നഷ്ടമായിരിക്കുന്നത്. അതിലാണ് പ്രതിഷേധം. ഇപ്പോൾ ആ ചർച്ച എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അവരുടെ ദുരിതമാണ് അവർ പോലീസുകാരോട്, അധികൃതരോട് പറയുന്നത്. എങ്ങനെയാണ് ആ ചർച്ച പുരോഗമിക്കുന്നത്? സ്വാതി, ഇന്ന് രാവിലെ 10 മണിയോടെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഈ ഗൂഡല്ലൂരിൽ ഉണ്ടാകുന്നത്. ജോലിക്കായി പോയ എസ്റ്റേറ്റ് തൊഴിലാളിനെയാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം അടുത്തുള്ള തൊഴിലാളികളും ഒപ്പം നാട്ടുകാരും സ്ഥലത്തെത്തുകയും മൃതദേഹം എടുക്കാൻ പോലും സമ്മതിക്കാതെ മൃതദേഹം റോട്ടിൽ വെച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ഥലത്ത് പോലീസും വനപാലകരും എത്തുകയും അവരോട് സംസാരിച്ച് അനുനയിപ്പിക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരുടെ ചർച്ചയിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല. തുടർച്ചയായ കാട്ടാന ആക്രമണങ്ങളാണ് അവിടെ ഉണ്ടാകുന്നത്. എസ്റ്റേറ്റ് തൊഴിലാളികൾക്കൊന്നും തന്നെ അവിടെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഉണ്ട് എന്നും ഇതിൽ കൃത്യമായ ഇടപെടൽ വനപാലകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആനയെ തുരത്തുവാൻ വേണ്ട നടപടികൾ വനംവകുപ്പ് നടത്തണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ജോലിക്കായി എത്തിയ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് അവരുടെ ആവശ്യം. അതോടൊപ്പം ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ആളുടെ മണിയുടെ ജീവന് കൃത്യമായ തുക നൽകി അവർക്ക് പാരിതോഷികം നൽകണമെന്ന് ആവശ്യം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൾ മലയാളിയാണ്. അദ്ദേഹം പാലക്കാട് സ്വദേശിയാണ്. ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഗൂഡല്ലൂരിലേക്ക് എത്തുകയും കുടുംബമായി താമസിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഇത്തരത്തിൽ കാട്ടാന ആക്രമണത്തിൽ പാലക്കാട് സ്വദേശിയായിരിക്കുന്ന മണി കൊല്ലപ്പെട്ടത്. സ്വാതി.